നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മൾ മുമ്പ് പല വാക്വം ക്ലീനറുകൾ പരിചയപ്പെട്ടിരുന്നു. ഇന്ന് നമ്മളൊരു കാർപ്പറ്റ് ക്ലീനറാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതായത് വാക്വം ക്ലീനർ ഒക്കെ പോലെ തന്നെ, എന്നാൽ മെയിൻലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്. ചർച്ചിലും ടെമ്പിളിലും ഓഫീസുകളിലും ഒക്കെ കാർപ്പറ്റുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ വീട്ടിലും പലരും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്ക് ഈ ഒരു കാർപ്പറ്റ് ക്ലീനർ വളരെ യൂസ്ഫുൾ ആവും. അപ്പൊ ഈ പ്രൊഡക്റ്റ് കുറച്ച് വലിപ്പമുള്ളതാണ്. ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്ത വാക്വം ക്ലീനറുകളിലേക്കാളും കൂടുതൽ വലിപ്പം ഇതിനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ബോക്സിൽ നിന്ന് വെളിയിൽ എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഹെവിനെസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ബോക്സിൽ അധികം അക്സസറീസ് ഒന്നും തന്നെ ഇല്ല. ഒരു കാർപ്പറ്റ് ക്ലീനറും പിന്നെ അപ്പോൾസ്റ്ററി ക്ലീനിങ് നോസിലും പിന്നെ അതിന്റെ ഹോസും മാത്രമേ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ കാർപ്പറ്റ് ക്ലീനറിന് ഇത്രയും വലിപ്പം തോന്നുന്നെങ്കിലും ഇതിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം ഇതിൽ ഫിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെ ഐറ്റംസ് ഏതൊക്കെ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. അപ്പൊ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കണം. ആദ്യം നമുക്ക് ഇതിന്റെ ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കാണുന്നതാണ് കാർപ്പറ്റ് സക്ഷൻ നോസിൽ. ഈ സക്ഷൻ നോസിൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ക്യാപ്പ് മുകളിലേക്ക് പൊക്കണം. അതിനായിട്ട് ഇവിടെ പുള്ളെന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ മേപ്പോട്ടൊന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് ഊരിയെടുക്കാൻ സാധിക്കും. ഊരാനായിട്ട് ഈ കാണുന്ന ഈ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഓപ്പണിങ്ങിലൂടെയാണ് വേസ്റ്റ് വാട്ടർ സക്ഷൻ ചെയ്ത് വലിച്ചെടുക്കുന്നത്. തിരിച്ച് കണക്ട് ചെയ്യാനും വലിയ പാടൊന്നുമില്ല. ഇതേപോലെ ഫ്രണ്ടിലെ ലോക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിനുള്ളിൽ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ചെറിയ രണ്ട് സൈഡിലും ചെറിയ വീല് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉന്തിക്കൊണ്ട് തള്ളിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ വീൽസ് നൽകിയിരിക്കുന്നത്. ഈ നൽകിയിരിക്കുന്നതാണ് ഓൺ ഓഫ് ബട്ടൺ. ഈ പവർ ബട്ടൺ നല്ല വലിപ്പമുണ്ട്. കാരണം നമുക്ക് കാലുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചവിട്ടി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് വാട്ടർ റെഗുലേറ്റിംഗ് വാൽവ് കാണാൻ സാധിക്കും. ഇത് തിരിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മറ്റൊരു പെഡൽ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ഇതിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഏത് പൊസിഷനിലാണ് നമുക്ക് ആക്കേണ്ടത് അത് ഇതിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത് നേരെ പോയിട്ട് ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിൽ ഇത് ലോക്ക് ആവുകയും ചെയ്യും. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സെറ്റിംഗ്സുകളോ ഓപ്ഷൻസോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ പവർ കേബിൾ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹുക്കാണിത്. ഇതിലേക്ക് നമുക്ക് ഈ രീതിയിൽ ഈ പവർ കേബിൾ ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും. പവർ കേബിളിന് നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ എപ്പോഴും പവർ കേബിൾ ഊരി കുത്താൻ പോകേണ്ട കാര്യമില്ല. കുറെ ദൂരത്തേക്ക് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് സക്ഷൻ ചെയ്ത് കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാനുള്ള കണ്ടെയ്നർ. ഇതിലൊരു കാര്യം എഴുതിയിരിക്കുന്നത് ഈ മാക്സിമം ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഇതിലെ വേസ്റ്റ് വാട്ടർ എംപ്റ്റി ചെയ്യണമെന്നാണ്. അപ്പൊ ആ ഒരു കാര്യം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്നത് ഫ്രഷ് വാട്ടർ കണ്ടെയ്നർ ആണ്. 2.6 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഇത് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ വെക്കുന്നത്. ഈ കണ്ടെയ്നർ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹാൻഡിലൂടെ ഫിറ്റ് ചെയ്യണം. അപ്പൊ ഹാൻഡിൽ വെച്ചതിന് ശേഷമേ നമുക്ക് ഈ ഒരു ഫ്രഷ് വാട്ടർ കണ്ടെയ്നർ ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ ഹാൻഡിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് ഇതിനോടൊപ്പം ലഭിച്ച ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മെഷീനിൽ ഈ ഭാഗത്തായിട്ട് ഒരു സ്ക്രൂ നൽകിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഊരിയെടുക്കണം. ഈ സ്ക്രൂ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഹാൻഡിൽ ഇതിലേക്ക് ഇറക്കി വെക്കണം. ഹാൻഡിൽ ഇറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഹോൾ നൽകിയിട്ടുണ്ട്. അതായത് ഈ സ്ക്രൂ നമുക്ക് ഈ ഹോളിലൂടെ കയറ്റേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇത് ഇറക്കി വെക്കാൻ പറ്റിയ ഒരു ഹോളിലൂടെ നമുക്ക് ഇതിനുള്ളിൽ മെഷീനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് ഈ ഒരു മെഷീനിലേക്ക് ഹാൻഡിൽ ഇറക്കി വെക്കാനായിട്ട്. അപ്പം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ താഴേക്ക് ഇറങ്ങിക്കോളും. ഹാൻഡിൽ ഇറക്കിയതിന് ശേഷം സ്ക്രൂ ഹോളിലേക്ക് ഇടുക. അതിനുശേഷം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യാനായിട്ട് സ്ക്രൂ ഡ്രൈവർ വല്ലതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഈ മെഷീനെ ഹാൻഡിൽ പിടിച്ചിങ്ങനെ പൊക്കിയെടുത്തെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. ഈ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഹാൻഡിൽ ഉപയോഗിക്കണമെന്നില്ല. ഇതിന്റെ ഈ സൈഡിലായിട്ട് ബാക്ക് സൈഡിലായിട്ട് മറ്റൊരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. നോക്കി, ഇതിൽ പിടിച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഫ്രഷ് വാട്ടർ കണ്ടെയ്നർ എങ്ങനെയാണ് ഇതിൽ ഫിക്സ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഇവിടേക്ക് കൊണ്ടുവരിക, ഇതിൽ വെക്കുക. അതിനുശേഷം ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് ലോക്ക് ആയിക്കോളും. ഇനി ഇത് ഊരി എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചുമന്ന ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് ഊരിപ്പോരും. ഇനി ഇതിനോടൊപ്പം അപ്പോൾസ്റ്ററി ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു നോസിൽ ലഭിച്ചിട്ടുണ്ട്. അതെവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് ഇതാണ് ആ നോസിലിന്റെ ഒരു കണക്ട് ചെയ്യുന്ന ഭാഗം. അതിനായിട്ട് ഈ റെഡ് ക്യാപ്പ് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഭാഗത്താണ് നമ്മൾ അപ്പോൾസ്റ്ററി ക്ലീനിങ് ട്യൂബ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ട്യൂബ്. വളരെ ഈസിയാണ് ഇത് കണക്ട് ചെയ്യാൻ. ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച്
പ്രസ് ചെയ്താൽ മാത്രം മതി. ട്യൂബിന്റെ ഒരു സൈഡിലായിട്ട് ഒരു റെഡ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ അടിഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ 2 ബ്രഷുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സാധാരണ വാക്വം ക്ലീനറിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ലഭിക്കാത്ത രീതിയിൽ 2 ബ്രഷുകളും ഉണ്ട്. അതിന്റെ ഡിസൈനും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. നല്ല കട്ടിയുള്ള ബ്രഷാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ പൊടിയോ അഴുക്കോ ഒക്കെ ഇത് തൂത്തിളക്കുകയും അതിനോടൊപ്പം തന്നെ സെക്ഷൻ ചെയ്ത് വലിച്ചെടുക്കുകയും ചെയ്യും. ഇനി ഇവിടെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ ഒരു ലോക്ക് നൽകിയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഈ 2 ബ്രഷുകൾ ഒരേ സമയം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബെൽറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഇതിലാണ് ഈ 2 ബ്രഷുകൾ ഒരേ സമയം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ലോക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വല്ല നൂലോ പൊടിയോ വല്ലതും കയറി ചുറ്റുകയോ ഒക്കെ ചെയ്ത് ഇത് ബ്ലോക്ക് ആകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരി എടുത്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡിയോ റൂമിലാണ്. സ്റ്റുഡിയോ റൂം അഴുക്കായിട്ട് കിടക്കുകയാണ്, മൊത്തം പൊടി പിടിച്ച് കിടക്കുക. ഇതിലൊരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. കാർപ്പറ്റ് മൊത്തം പൊടിയായിട്ട് കിടക്കുകയാണ്. ഈ മെഷീൻ ഒന്ന് ഇതിൽ ഒഴിച്ച് നോക്കണം. അപ്പൊ ഇത് ക്ലീൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറെ ദിവസത്തെ പൊടിയുണ്ട്. 1 മാസത്തിൽ കൂടുതലായി ഞാനിത് ക്ലീൻ ചെയ്തിട്ട്. അപ്പൊ അത്രയും പൊടിയും അഴുക്കൊക്കെ ഇതിലുണ്ട്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ മെഷീൻ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാൻഡിൽ റിലീസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇതിന്റെ ഹാൻഡിൽ ബാക്ക് സൈഡിലോട്ടോ ഫ്രണ്ട് സൈഡിലോട്ടോ നമുക്ക് ഇങ്ങനെ ആക്കാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ബട്ടൺ റൈറ്റ് സൈഡിലെ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആകും. അപ്പൊ ഞാനൊന്ന് ഓൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ എന്റെ സ്റ്റുഡിയോ റൂമിന്റെ അവ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് സോഫ ക്ലീൻ ചെയ്തായിരുന്നു. സോഫ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് സക്ഷൻ ചെയ്ത് ആ വെള്ളമെല്ലാം എടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ബ്രഷ് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഉരച്ചുരച്ച് ഇതിലെ അഴുക്കും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഫ്രഷ് വാട്ടർ കണ്ടെയ്നറിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കണം. ഇതാണ് ഇതിന്റെ ഹാൻഡിൽ റിലീസ് ബട്ടൺ. ജസ്റ്റ് ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാനുള്ള ബട്ടൺ റൈറ്റ് സൈഡിലായിട്ടാണ്. ഞാൻ ഓൾറെഡി ഇത് കാണിച്ചു തന്നതാണ്. എന്നാൽ ഒന്നുകൂടെ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. ഞാൻ ആദ്യം ഹാൻഡിൽ റിലീസ് ചെയ്യുകയാണ്, അതിനുശേഷം ഓൺ ചെയ്യുക. നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ വെള്ളം കാർപ്പറ്റിലേക്ക് ഒഴിക്കാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം സ്പ്രേ ആയിക്കോളും. നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കാർപ്പറ്റിലെ അഴുക്ക് മൊത്തം ഇളക്കി, അതായത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ബ്രഷാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ അഴുക്ക് മൊത്തം ഇളക്കി നല്ല രീതിയിൽ വലിച്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേസ്റ്റ് ടാങ്കിൽ ആ അഴുക്ക് വെള്ളം എല്ലാം വന്ന് നിറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർപ്പറ്റ് ക്ലീനർ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിന്റെ ഒരു റിവ്യൂ അങ്ങ് പറയാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള മെഷീനാണ്. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടിലൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി ഇതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചർച്ചുകളിൽ അതേപോലെ ഓഫീസുകളിലൊക്കെ ഇത് ചിലപ്പോൾ ആവശ്യം വന്നു വരാം. കാരണം കൂടുതൽ കാർപ്പറ്റുകൾ കാണും, പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പം വീട്ടിൽ ഞാൻ ഇത് ഉപയോഗിച്ചിടത്തോളം എനിക്ക് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നേയില്ല. കാരണം നമ്മൾ വീട്ടിൽ ഒരുപാട് കാർപ്പറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് കവർ ചെയ്യാനായിട്ട് നമുക്കൊരു നല്ല വാക്വം ക്ലീനർ ഉണ്ടെങ്കിൽ സാധിക്കുന്നതാണ്. വാക്വം ക്ലീനർ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ടൈൽസ് ക്ലീൻ ചെയ്യാൻ പറ്റും, സോഫ ക്ലീൻ ചെയ്യാൻ പറ്റും, മാട്രസ് ക്ലീൻ ചെയ്യാൻ പറ്റും, കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ ഉപയോഗങ്ങളുണ്ട്. അപ്പൊ വീട്ടാവശ്യത്തിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല വാക്വം ക്ലീനർ ആണ്. അപ്പം പല ടൈപ്പിലുള്ള വാക്വം ക്ലീനർ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ആ വീഡിയോകൾ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും സൂട്ടബിൾ ആയിട്ടുള്ള വാക്വം ക്ലീനർ ഉണ്ടെങ്കിൽ അത് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മെഷീന് 800 വാട്ട്സിന്റെ 13.5 kPa സക്ഷൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനാണ്. അതായത് 13.5 kPa ഉള്ളൂ ഈ ഒരു മെഷീന്റെ സക്ഷൻ പവർ. അപ്പം 13.5 എന്ന് പറയുന്നത് മോശമല്ല, എന്നാലും കുറച്ചുകൂടെ കൂടുതലായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സക്ഷനിങ് നടന്നതിന്. ഇപ്പൊ ഇതിൽ സക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നുമല്ല, പക്ഷെങ്കിൽ നമ്മൾ ഇതിനേക്കാളും ചെറിയ വാക്വം ക്ലീനറുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ 15 kPa അല്ലെങ്കിൽ 14 kPa അങ്ങനെയൊക്കെയുള്ള സക്ഷൻ പവർ ആണ് ലഭിക്കുന്നത്. അപ്പോൾ അതിനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ സക്ഷൻ പവർ കുറച്ച് കുറവാണ്. പിന്നെ ഈ കാർപ്പറ്റിൽ നിന്നായതുകൊണ്ട് ഇതിൽ റോളിംഗ് ബ്രഷ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കാർപ്പറ്റിന്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്ന ആ പൊടിയാണെങ്കിൽ പോലും ഇത് അടിച്ച് വെളിയിൽ കൊണ്ടുവന്നിട്ട് വലിച്ച് ക്ലീൻ ചെയ്യും. ഞാൻ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കി. അപ്പം ഇവിടെ
ഒരു കാര്യം നോട്ടീസ് ചെയ്തത് നമുക്ക് ഇതിൽ 2.6 ലിറ്റർ ആണ് വാട്ടർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം കൊണ്ട് ചെറിയൊരു കാർപ്പറ്റ് ക്ലീൻ ചെയ്തപ്പോഴേ ആ വെള്ളം തീർന്നു. നമുക്ക് കൂടുതൽ ഏരിയ ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ, വെറ്റ് ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അല്ലാതെ വെള്ളം കുറെ കോരി ഒഴിച്ച് സോപ്പോ പൊടിയോ വല്ലതും ഇട്ടതിന് ശേഷം ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എപ്പോഴും ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ക്ലീനിങ് ഒക്കെ വലിയ ബുദ്ധിമുട്ടാവും. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൽ നൽകിയിരിക്കുന്ന ഓരോ അക്സസറീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു കാർപ്പറ്റ് ക്ലീനർ ആണ്. ഇത് കുറച്ചുകൂടെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ആമസോണിൽ നിന്ന് ബൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോട് മറക്കാവുന്ന കമന്റ് ചെയ്തേക്കാം. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.